ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ആലപ്പുഴ സ്റ്റൈലിലെ ചൂരക്കറി വെച്ചാലോ? അതിനായിട്ട് ഞാൻ 1 കിലോ ചൂര വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൊടമ്പുളിയും കൂടെ ഇതിനകത്തോട്ട് ഇടാൻ ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി എന്നിവ കൂടെ നമ്മൾ കറിയിലോട്ട് ചേർക്കാനായിട്ടുള്ള പൊടികൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ കറി വയ്ക്കുന്നത് മൺചട്ടിയിലാണ് കേട്ടോ. മൺചട്ടിയിൽ കറി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കടുകും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പൂച്ചക്കുഞ്ഞ് വന്ന് ജസ്റ്റ് കാലായിട്ടൊന്ന് മാന്തി കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ശരിക്കും പേടിച്ചു പോയി. പെട്ടെന്ന് ശ്രദ്ധയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയി കേട്ടോ. അപ്പോൾ അതാണ് ക്യാമറ പെട്ടെന്ന് കറിയുടെ അടുത്ത് മാറ്റേണ്ട ഒരു അവസ്ഥ വന്നത് കേട്ടോ. ശരിക്കും പേടിച്ചു പോയി. അപ്പോൾ കടുകും പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ കൂടെ കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് ഒരു 1-2 മിനിറ്റ് ആയതിനു ശേഷം നമുക്ക് അതിനകത്തോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കറികളിൽ നമ്മൾ മല്ലിപ്പൊടി ആദ്യം മാറ്റി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മല്ലിപ്പൊടി സെപ്പറേറ്റ് ചേർക്കാനായിട്ടാണ് കേട്ടോ. മല്ലിപ്പൊടിക്ക് ഇച്ചിരി മൂപ്പ് കൂടുതലുള്ള സാധനമാണ് മുതിർന്നവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മല്ലിപ്പൊടി ആദ്യമേ ആഡ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ മറ്റു പൊടികൾ കാശ്മീരി മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പൊടികളെല്ലാം ഓരോരുത്തരും എടുക്കുന്ന ചൂരയുടെ അളവിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ. അത് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൊടമ്പുളിയും കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ആ മുളക് പൊടിയൊക്കെ കട്ടകെട്ടി നിൽക്കാതെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രമേ നമുക്ക് വെള്ളവും ഒഴിച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കറികൾക്ക് ടേസ്റ്റിനൊരു വ്യത്യാസം വരും. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂരയുടെ പീസ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ചൂരയുടെ പീസ് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ചൂരക്കറി, കേരക്കറിയൊക്കെ വെക്കുമ്പോൾ അതിന് ആവശ്യത്തിന് വെള്ളം വേണമെന്ന് മുതിർന്നവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. കാര്യം ഈ കറികൾ വേകാനായിട്ട് ഇച്ചിരി താമസം എടുക്കും. അപ്പോൾ അതിന് വെന്ത് വരാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ എടുക്കുന്ന ചൂരയുടെ അളവിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഷ്ണങ്ങളെല്ലാം മുങ്ങുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഒരു തട്ട ഉപയോഗിച്ച് കറി അടച്ചു വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മീതെയായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5-6 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കറി തിളച്ചിട്ടുണ്ട്. ആ തിളച്ച് വരുന്ന ഒരു സമയത്താണ് കേട്ടോ ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തലഭാഗമാണ് കോരി നോക്കുന്നത്. ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കറി ഉപയോഗിക്കാവുള്ളൂ കേട്ടോ.